അഴിമതിക്കെതിരെ കുരിശ് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. നമുക്കറിയാം, ഇപ്പോൾ ആ ആം ആദ്മി പാർട്ടിയുടെ ഭരണകാലത്ത് ആരോഗ്യ വകുപ്പ് ഭരിച്ചിരുന്ന ഡൽഹിയിലെ അന്ന് MLA ആയിരുന്ന, ആരോഗ്യമന്ത്രിയായിരുന്ന ആൾ ഇപ്പോൾ ഒരു കേസിൽ പെട്ടിരിക്കുകയാണ്. ആശുപത്രി നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് ഉയർന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് ED റെയ്ഡ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട് മാത്രമല്ല, മറ്റു 13 സ്ഥലങ്ങളിൽ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടന്നു. എന്താണ് ഈ ആം ആദ്മി പാർട്ടി അടിമുടി അഴിമതിയിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണോ? അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ ഇവിടെ പ്രസക്തി ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം മതേതരം സ്ഥാപിക്കാനുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മതേതരത്വത്തിന് വേണ്ടി രൂപീകരിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ AAPയുടെ അവസ്ഥ. അഴിമതിക്കെതിരെ പ്രവർത്തിക്കാനായി രൂപീകരിച്ച ഒരു പാർട്ടിയാണ് AAP എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. കാരണം അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഡൽഹിയുമായി ബന്ധപ്പെട്ട് കോമൺവെൽത്ത് ഗെയിംസ് വിവാദമുണ്ടായിരുന്നല്ലോ. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, അതിനുവേണ്ടി പാലങ്ങൾ നിർമ്മിക്കുന്നു, ഈ കൺമുൻപിൽ തന്നെ തകർന്നു വീഴുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് ആണ് ഭരണം നടത്തിയിരുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ഷീല ദീക്ഷിത്തിന്റെ നേതൃത്വത്തിൽ വലിയ അഴിമതി ഇല്ലാത്തതില്ല. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വലിയ അഴിമതി, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും ആ സ്ഥലത്തേക്കാണ്, ആ കോൺഗ്രസിനെ ഉപേക്ഷിച്ചിട്ടാണ് ജനങ്ങൾ AAPയിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് അണ്ണാ ഹസാരോടൊപ്പം നിന്ന കെജ്രിവാളിനെ അധികാരത്തിൽ എത്തിച്ചത്. മറിച്ച് പിന്നീട് ഇദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ തുടക്കമെല്ലാം ജനങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും പിന്നീട് ജനങ്ങൾക്ക് സേവനം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയും അത്തരം ചില കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കുകയും ചെയ്തു. പക്ഷേ പതുക്കെ അദ്ദേഹത്തിന്റെ സ്വഭാവം പുറത്തു വരികയും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയിലേക്ക്, മദ്യനയ അഴിമതിയിലേക്ക് അദ്ദേഹം കൂപ്പുകുത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ജയിലിലായിട്ടും അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ പാർട്ടി അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങളെ അഴിമതി കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇതെല്ലാം ജനങ്ങൾ വിശ്വസിക്കുമെന്ന്. നാം ഇന്ന് കേരളത്തിൽ VD സതീശനെ കാണുന്നുണ്ടല്ലോ. വലിയ രീതിയിൽ പീഡന പരാതി ഉണ്ടായിട്ടും കോൺഗ്രസ്സുകാർ നെളിഞ്ഞു നിന്ന് പറയുകയാണ്, ഞങ്ങൾ നടപടിയെടുത്തു, ഞങ്ങളെ വേട്ടയാടുകയാണ്, ഞങ്ങൾക്ക് ഈ പീഡന കേസുകളുമായി ബന്ധമില്ല, അത് അവരാണ് പീഡന കേസ്. അതുപോലെയായിരുന്നു ഈ AAP ഡൽഹിയിൽ ചെയ്തത്. ഞങ്ങൾ അഴിമതിക്കാരല്ല, BJP ആണ് അഴിമതിക്കാർ, അവർ അഴിമതി ചെയ്യുകയാണ്, അവർ ഫാസിസ്റ്റ് ആണ്, അവർ ഞങ്ങളുടെ വേട്ടയാടുകയാണ്, ഞങ്ങൾ മോദിക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വേട്ടയാടലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിലപ്പോയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് ആ സർക്കാരിന്റെ കാലത്ത് എത്രത്തോളം അഴിമതി നടന്നിട്ടുണ്ടെന്ന് അതിന്റെ തെളിവാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും അന്വേഷണം വന്നു നിൽക്കുന്നത്. ഡൽഹിയിലെ മുൻ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലാണ് ED റെയ്ഡ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ AAPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ എതിരെ മുൻപും ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രധാനമായി AAP സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഏറ്റവും അധികം അഴിമതി ആരോപണം ഉണ്ടായിട്ടുള്ളത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് ഉണ്ടായത് ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട്. ഈ പാർട്ടിയുടെ തകർച്ച എവിടെയെന്ന് പരിശോധിക്കുമ്പോൾ അമിത അധികാരത്തിനോടുള്ള താല്പര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പാർട്ടിക്ക് വലിയ മോഹമുണ്ടായി ഇന്ത്യ തന്നെ അങ്ങ് പിടിച്ചെടുക്കുക എന്നത് പെട്ടെന്നൊരു ചിന്ത ഉണ്ടാകുകയും ആ പശ്ചാത്തലത്തിലാണ് ഈ അഴിമതി കഥ മുഴുവൻ ഉണ്ടായത്. ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ആ പണം എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഈ നേതാക്കളുടെ ആഡംബര ജീവിതത്തിനും പിന്നീട് ഗോവയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഗോവ തെരഞ്ഞെടുപ്പിനാണ് ഈ പണം പൂർണ്ണമായി തന്നെ ഉപയോഗിച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, പതുക്കെ വളർന്നു വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥയാവും. രാഹുൽ മാങ്കൂട്ടം വെളുക്കുമ്പോൾ സ്ഥാനങ്ങളൊക്കെ ലഭിച്ചാൽ അത് വലിയ അഹങ്കാരത്തിന് വഴിവെക്കും. രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നു, MLA ആകുന്നു, മെയിൻ നേതാവാകുന്നു, ചാനൽ ചർച്ചയിൽ വരുന്നു, ദേശീയ നേതാവാകുന്നു, രാഹുൽ ഗാന്ധിയോടൊപ്പം നടക്കുന്നു. അങ്ങനെ ഇപ്പോൾ പോയ വഴിക്ക് തന്നെ അദ്ദേഹം തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് AAPക്ക് സംഭവിച്ചത്. AAP ജനങ്ങൾ അവിടെ സ്വീകരിച്ചു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അവർ BJPയെ പുറത്താക്കിക്കൊണ്ടാണ് AAP സ്വീകരിച്ചത്. അത് അവർ തിരിച്ചറിയണമായിരുന്നു. ജനങ്ങൾ തങ്ങളുടെ പാർട്ടി എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം ഡൽഹിയിലെ ജനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ പിടിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയും അതിനുവേണ്ടിയുള്ള ഫണ്ട് എങ്ങനെ ലഭിക്കുമെന്നൊരു ചിന്തയിൽ നിന്നും ആദ്യം നമുക്കറിയാം, ഈ പാർട്ടി രൂപീകരിച്ച ശേഷം ഈ ഓൺലൈൻ വഴിയാണ് അല്ലെ ചെറിയ രീതിയിൽ 10 രൂപ 100 രൂപ
അവർ തുറന്നു പറയുകയാണ്. ജനങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ തുറന്നു പറയൂ, ജനങ്ങൾ കൂടെ നിൽക്കും. അല്ല, ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചാൽ ഇപ്പോൾ പോലെ കെജ്രിവാള് ഇപ്പോൾ അനാഥ പ്രേതം പോലെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടായി. അന്ന് ഈ പാർട്ടി രൂപീകരിച്ച ശേഷം ഇവർ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വലിയ രീതിയിലുള്ള പ്രചരണത്തിന് ഫണ്ട് വേണം. അപ്പോൾ ക്രൗഡ് ഫണ്ടിങ് നടത്തുകയാണ് അദ്ദേഹം. ജനങ്ങൾക്ക് ഒരു ആപ്പ് മുഖേന പൈസ അയക്കുന്ന രീതിയിലേക്ക് ചെറിയ രീതിയിലുള്ള ആ പിരിവിലൂടെയാണ് ഈ പാർട്ടി അധികാരത്തിൽ വരുന്നത്. ഡൽഹി ഒരു ചെറിയ സംസ്ഥാനമല്ലല്ലോ. ഡൽഹി വലിപ്പത്തിൽ ചെറുതാണെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം, രാജ്യ തലസ്ഥാനമാണ്, ഇന്ത്യയുടെ പരിച്ഛേദമാണ്. കാരണം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഡൽഹിയിലുണ്ട്. ഭരണ സ്ഥിരാകേന്ദ്രമാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളുടെ എല്ലാ എംബസികൾ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അങ്ങനെ ഡൽഹിക്ക് രാഷ്ട്രീയമായും സാമൂഹ്യമായും സാമ്പത്തികമായും സാംസ്കാരികമായും നയതന്ത്ര തലത്തിലും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. അല്ല, അങ്ങനെ ഒരു സംസ്ഥാനം ജനങ്ങൾ തങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. പക്ഷെ അതിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരം അഴിമതി കേസുകൾ ഉണ്ടാകുന്നത്. എന്തായാലും ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് 13 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. ഈ ആശുപത്രിയിലെ മേഖലയിലെ പദ്ധതികൾ, വിവിധ പദ്ധതികൾക്ക് വേണ്ടി ആണ് ഈ അഴിമതി അവർ നടത്തിയിരിക്കുന്നത്. നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മാണ കരാറുകൾ, പല കരാറുകളുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയിലെ പല പദ്ധതികൾ വ്യാപകമായി ക്രമക്കേടും അഴിമതിയും നടന്നതായ ആരോപണമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരം അന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ രീതിയിലുള്ള ഒരു റെയ്ഡ് നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു രസകരമായ കാര്യം, കെജ്രിവാൾ വീണ്ടും ഒരു ന്യായീകരണവുമായി വന്നിട്ടുണ്ട്. ഈ ജനങ്ങൾ അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളിയിട്ടും ദയനീയമായി അദ്ദേഹം തോറ്റു പിന്മാറിയിട്ടുണ്ടല്ലോ. ഒരു മുഖ്യമന്ത്രിയായിരുന്നു, മുൻ മുഖ്യമന്ത്രിയാണ് ദയനീയമായി പരാജയപ്പെട്ടത്. ആ നേതാവ് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇത് നരേന്ദ്രമോദിയുടെ വിധവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് അത് വഴിതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ റെയ്ഡ് എന്നാണ് പറയുന്നത്. അല്ലെ, ഡൽഹിയിലെ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ പിടിച്ച ജയിലിലാക്കേണ്ടത്. ഇത് മന്ത്രിയല്ലേ, മുൻ മുഖ്യമന്ത്രിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണമല്ലോ. അപ്പൊ കൂടുതൽ വ്യാപ്തി കിട്ടുമായിരുന്നല്ലോ. ഇതൊരു ആരോഗ്യമന്ത്രി, ചിലപ്പോൾ അല്ലേ ഒരു ആഭ്യന്തരമന്ത്രി, പിന്നീടാണ് വിദ്യാഭ്യാസ മന്ത്രി, പിന്നീടാണ് ആരോഗ്യമന്ത്രി വരുന്നത്. അപ്പോൾ ഈ ആരോഗ്യമന്ത്രി ചെറിയ പദവിയല്ലേ? അങ്ങനെയാണെങ്കിൽ കെജ്രിവാളിനെ തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ, ഇഡിക്ക് പിടിക്കാമായിരുന്നല്ലോ. ഇത് കൃത്യമായി തന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും ഇത്തരത്തിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. മുൻകാലങ്ങളിൽ പോലെയല്ല. അഴിമതിയും അതോടൊപ്പം തന്നെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ കൃത്യമായി തന്നെ ജനങ്ങൾ മറുപടി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അത് BJP എന്നല്ല, കോൺഗ്രസ് അല്ല, എല്ലാ പാർട്ടിക്കും കൊടുക്കുകയാണ്. ഈ കർണാടക പരിശോധിച്ചാൽ അറിയാം, കുറെ വിവാദങ്ങൾ ഉണ്ടാവുകയായിരുന്നു, അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി. ജനങ്ങൾ BJPയെ തൂത്തെറിയുകയാണ് അവിടെ ചെയ്തത്. അതോടൊപ്പം തന്നെ ഏത് സംസ്ഥാനം ഏത് സംസ്ഥാനം പരിശോധിച്ചാലും അറിയാം. ഈ തെലങ്കാനയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ TRS ആയിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി. TRS എന്ന പാർട്ടി തെലങ്കാന രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച പാർട്ടിയാണ്. ആ പാർട്ടിയെ ദയനീയമായി ജനങ്ങൾ തൂത്തെറിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴുള്ള ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിവേഗമാണ് ജനങ്ങൾ മറുപടി നൽകുന്നത്. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ED ഇറങ്ങുന്നത്. ജനങ്ങൾ ഇപ്പോൾ കെജ്രിവാളുമായി ബന്ധപ്പെട്ട് ദയനീയമായ പരാജയം സംഭവിച്ചു. അദ്ദേഹം പരാജയപ്പെടുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടി പരാജയപ്പെടുന്നു. ആ രീതിയിൽ വലിയ തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ED തന്നെ രംഗത്ത് വരേണ്ടിയിരിക്കുന്നത്. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് മോദിയുടെ വേട്ടയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ ജനങ്ങളുടെ വേട്ടയായിരുന്നല്ലോ ദയനീയമായി BJPയെ പരാജയപ്പെടുത്തുന്നത്. നരേന്ദ്രമോദിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ റോഡ് ഷോ നടത്തിയത് കർണാടകയിലാണ്. കിലോമീറ്ററോളം റോഡ് ഷോ നടത്തിയിട്ട് റാലികൾ നടത്തിയത് കർണാടകയിൽ. എന്നിട്ട് പോലും ജനങ്ങൾ അദ്ദേഹത്തെ മറുപടി കൊടുത്തില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അത് മുൻകാലങ്ങളിലെ പോലെയല്ല. മുൻകാലങ്ങളിൽ നമുക്ക് പരിശോധിച്ചാൽ ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാലും പാർട്ടികളെ വിജയിപ്പിച്ചുവിടുന്ന സ്ഥലങ്ങളുണ്ടായി. ഇപ്പോൾ അങ്ങനെയല്ല. സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കി വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യം മാറുകയാണ്. ഇത് നല്ലൊരു സൂചനയാണ്. അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലെ അനാവശ്യം വിളിച്ചു പറഞ്ഞ് ഇവിടെ എല്ലാം വഴിതെറ്റുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് അങ്ങനെ നടക്കാം. പക്ഷെ ഇന്ത്യയിൽ ഉൾപ്പെടെ കൃത്യമായ മാറ്റങ്ങൾ വരികയാണ്. അത് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന വളർച്ചയുടെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ആ മാറ്റമായിരിക്കും ചിലപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാവുക.